ഉഷ്ണക്കാറ്റും വരണ്ട കാലാവസ്ഥയുമുള്ള സഹാറ മരുഭൂമി ഒരു കാലത്ത് പച്ചപ്പ് നിറഞ്ഞ കന്നുകാലികൾ മെയ്യുന്ന ഇടമായിരുന്നു എന്ന് സൂചന നൽകുന്ന തെളിവുകൾ പുറത്തുവരുന്നു. സുഡാനിസ് ഈസ്റ്റേൺ മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സൈറ്റുകളിലാണ് ആർക്കിയോളജിസ്റ്റുകൾ ഇതിനെ സാധൂകരിക്കുന്ന ഗുഹാചിത്രങ്ങൾ കണ്ടെടുത്തത്. 4000 വർഷത്തോളം പഴക്കമുള്ള 16 പുതിയ റോക്ക് ആർട്ടാണ് ഇവിടെയുള്ളത്. കിഴക്കൻ സുഡാനിലെ അഡ്ബായ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സൈറ്റുകളുടെ ചുവരുകളിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഈ ചരിത്രാതീതമായ വരകൾ നിലവിലെ വരണ്ട പ്രദേശങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തവും അവിശ്വസനീയവുമാണ്. അതേസമയം ഈ പ്രദേശം നിലവിൽ മരുഭൂമിയാണെങ്കിലും കലാസൃഷ്ടി അനുസരിച്ച് ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ കുറ്റിച്ചെടികളും മേച്ചിൽപ്പുറങ്ങളും വെള്ളവും മൃഗങ്ങളും നിറഞ്ഞ ഇടമായിരുന്നുവെന്ന് മക്വാരി സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകരുടെ പഠനം വെളിപ്പെടുത്തുന്നു. ഏകദേശം 4000 വർഷം പഴക്കമുണ്ട് ഈ റോക്ക് ആർട്ടിന്. അതിനാൽ സഹാറ മരുഭൂമിയുടെ ഈ ഭാഗം ഏതാനും സഹസ്രാബ്ദങ്ങൾക്കുള്ളിൽ ദ്രുതവും സമൂലവുമായ മാറ്റത്തിലൂടെ കടന്നുപോയതായി പഠനം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഗുഹാചിത്രത്തിലെ വ്യത്യസ്ത രൂപങ്ങളിൽ മനുഷ്യർ, ഉറുമ്പുകൾ, ആനകൾ, ജിറാഫുകൾ എന്നിവ ഗവേഷകർ കണ്ടെത്തി. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ കന്നുകാലികളും പലയിടത്തായി കാണാമായിരുന്നുവെന്ന് പറയുന്നു. പക്ഷേ ഈ പ്രദേശത്ത് ഇന്ന് വാർഷിക മഴ പോലും ലഭിക്കുന്നില്ല. ഈ കാലാവസ്ഥ കന്നുകാലി പരിപാലനത്തിന് തീർത്തും അസാധ്യമാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി BC 3000-ൽ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ പൊതുവായ ജീവിത മാർഗമായിരുന്നു കന്നുകാലി വളർത്തൽ എന്ന് റോക്ക് ആർട്ട് കാണിക്കുന്നു. മരുഭൂമിയിലെ പാറയുടെ ചുവരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന കന്നുകാലികളെ കണ്ടെത്തിയത് തീർത്തും അതിശയകരമായിരുന്നു. കാരണം അവയ്ക്ക് ധാരാളം വെള്ളവും ഏക്കർ കണക്കിന് മേച്ചിൽപ്പുറവും ആവശ്യമാണ്. മാത്രമല്ല, സഹാറയിലെ വരണ്ട ഇന്നത്തെ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായതെങ്കിൽ അവയ്ക്ക് ഒരിക്കലും അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് ഗവേഷകനായ ഡോക്ടർ ജൂലിയൻ കൂപ്പർ പറയുന്നു. അതിനാൽ ഈ പുരാതന ഗുഹാചിത്രങ്ങളിലെ കന്നുകാലികളുടെ സാന്നിധ്യം സഹാറയിൽ ഒരിക്കൽ ഗ്രീൻ സഹാറ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണെന്ന് കൂപ്പർ കൂട്ടിച്ചേർത്തു. ഏകദേശം 3000 BCE ആയിരുന്നു ആഫ്രിക്കൻ ഹ്യൂമിഡ് പീരീഡ് അവസാനിച്ചത്. കൂടാതെ നദികളും തടാകങ്ങളും വറ്റുവരണ്ടു. മേച്ചിൽ സ്ഥലങ്ങൾ മണ്ണുകൊണ്ട് മൂടി. അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ സഹാറ ഉപേക്ഷിക്കുകയും നൈലിന് സമീപം അഭയാർത്ഥികളായി കഴിയുകയും ചെയ്തു. ജേണൽ ഓഫ് ഈജിപ്ഷ്യൻ ആർക്കിയോളജിയിൽ ഇതേക്കുറിച്ചുള്ള വിശദമായ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.